കൃഷി. ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ലെഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിപ്പിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉപ്പിട്ടെടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ടെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വെന്തിട്ട് നമുക്ക് വേവിപ്പിക്കാൻ വെക്കാം. ഈ ചിക്കനിലേക്കുള്ള മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെച്ച ചിക്കനൊന്ന് അടർത്തിയെടുക്കാം. ഇത് കളയരുത് കേട്ടോ. ഇതൊക്കെ അടർത്തിയെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം ചേർത്തെടുക്കാം. വെച്ചേക്കണേ. നമുക്കിവിടെ കീപ്പ് ചെയ്യാം. ഇച്ചിരി സവാള ഇട്ട് കൊടുക്കാറുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കിതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തെടുക്കാനുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിപ്പിച്ച് തോലൊക്കെ കളഞ്ഞെടുത്തതാണ്. ആദ്യം നമുക്കിതിനൊന്ന് നന്നായി ഉടച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി കൈ കൊണ്ട് തന്നെ മാഷ് ചെയ്താൽ മതി. അതായത് മാഷർ വെച്ച് മാഷ് ചെയ്താൽ മതി. കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് നന്നായി കിട്ടും. ഇത് കോൺഫ്ലവർ, രണ്ട് ടേബിൾ സ്പൂൺ. ഇത് ടീസ്പൂണിൻ്റെ, അതുകൊണ്ട് ഇത് വലുത് 2 ടേബിൾ സ്പൂൺ ഇടണം. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ചില്ലി ഫ്ലക്സ്, കുറച്ച് കാശ്മീരി മുളകുണ്ട് കൊടുക്കാം. എരിവ് കുറവുണ്ടാവുള്ളൂ. ചെറുനാരങ്ങ, നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി, പോലെ ഇഞ്ചി, മല്ലിയില, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇട്ട് കൊടുക്കാവുള്ളൂ. കൂടിപ്പോയത് കൂടുതൽ ഇട്ട് കൊടുക്കരുത്. ഇനി ഇതിനെ നമുക്ക് ചേർത്തെടുക്കാം. നന്നായി ചേർത്തെടുക്കണം. കുറച്ച് ചീസ് ഇട്ടെടുക്കാം. ചീസ് ഇനി ഇത് ചേർത്തെടുക്കാം. അതൊക്കെ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് ഇട്ടെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൽ അതൊക്കെ ചേർന്ന് വന്നോട്ടെ വെച്ചിട്ടാണ് എല്ലാം പാടെ ആദ്യം ചേർത്തെടുത്തത്. അല്ലെങ്കിൽ പിന്നെ ചിക്കനും തന്നെ ഇട്ട് കൊടുത്തിട്ടും ചേർത്തെടുക്കാം. ഞാൻ പിന്നെ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിരുന്നുള്ളൂ. ഉരുളക്കിഴങ്ങിലുള്ള കട്ടയെല്ലാം പോയിക്കോട്ടെ വെച്ചിട്ട് ആദ്യം നന്നായി ചേർത്തെടുത്തത്. ഇനി ഇതിനെ നല്ലോണം ചേർത്തെടുക്കാം. ഇതൊക്കെ നല്ലോണം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറേശ്ശെ എടുക്കാം.
കുറേശ്ശെ എടുത്തിട്ട് നമ്മളതൊന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഇതിലേക്ക് ഈ സ്റ്റിക്ക് ഇതിൻ്റെ മേലക്കാട് വെച്ചു ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒപ്പര വെച്ചെടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കി ടേബിൾ മേലൊക്കെ കൊണ്ടുവച്ചാൽ നല്ല സ്റ്റൈലുണ്ടാവും കേട്ടോ. കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. വലിയ പണിയൊന്നുമില്ല. കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ എടുത്തൊന്ന് വേവിച്ചിട്ട് ആദ്യം ഉരുളക്കിഴങ്ങാട് വേവിപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ പണി എളുപ്പം. വേറെ പണിയൊന്നുമില്ലല്ലോ. ഒന്ന് ചിക്കനൊന്ന് വേവിപ്പിച്ച് നമ്മൾ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഉപ്പൊക്കെ എപ്പോഴും കറക്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ഈ രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കോൺഫ്ലവർ കലക്കിയെടുത്തതാണ്. എങ്കിൽ നമുക്ക് ഇത് മുക്കി കൊടുക്കാം. ഇപ്പോൾ കോൺഫ്ലവറിലേക്ക് മൈദ എടുത്താലും മതി കേട്ടോ. നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കാം. ഇതേപോലെ ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മുക്കി കൊടുക്കുക. ബ്രെഡ് ക്രംസിൽ നമുക്ക് നല്ലോണം ചേർത്ത് വെക്കണം. ബ്രെഡ് ക്രംസ് എങ്കിൽ എണ്ണയിൽ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇത് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുക്കാം. അതുപോലെ തിരിച്ച് മറിച്ചും പിടിച്ച് കൊടുക്കണം. എന്നിട്ട് മൊരിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് മൊരിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. അതുപോലെ ബ്രെഡ് ക്രംസ് കോൺഫ്ലവറിൽ മുക്കുക. മൈദ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ചിട്ട് അതിൽ വെച്ച് മുക്കി എടുക്കാം. ബ്രെഡ് ക്രംസ് കുറച്ച് നല്ലോണം ചേർത്തെടുത്താൽ ഇതുപോലെ ഒന്ന് ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കി വെക്കുക. ചിക്കൻ വെച്ചിട്ട് നല്ല ക്രിസ്പി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും.
നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അത് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇത് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടൂലേ, അപ്പോൾ അത് വേപ്പിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ഉണ്ടാക്കി വയ്ക്കുക. അതുണ്ടോ, ഇതേപോലെ നല്ല ക്രിസ്പി ഉണ്ടാവും. ചീസൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ചീസ് ഇടണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ക്രിസ്പി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.